പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന ദുനി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ വചനം, ക്രൂശിതനായ ക്രിസ്തു എന്ന ടൈറ്റിലിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം പ്രാർത്ഥന ദുനി എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ മുഖാന്തരം ഒരുക്കിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് വേഗത്തിലൊരു വേദാംശം വായിക്കുവാൻ ശരണപ്പെടുകയാണ്. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഈ രാത്രിയിലും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുവാണ്. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ആ ക്രൂശീകരണത്തിലൂടെ മാനവരാശിക്കുണ്ടായ ആ വിമോചനവും ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. കാൽവറി ക്രൂശിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ, ക്രൂശ് 3 കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, അപമാനമായിരിക്കുന്ന അല്ലെങ്കിൽ ശാപത്തിൻ്റെ അടയാളമായാണ് ക്രൂശ് കാണുന്നത്. മരത്തിൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് കാണുമ്പോൾ ക്രൂശിൽ തൂക്കപ്പെട്ടല്ല, അത് അപമാനമാണ്, അത് ശാപമാണ്. 2, ഹല്ലേലൂയ, സ്തോത്രം, നസ്രയത്തിൽ എന്ന് പറയുന്ന സ്ഥലം വെറുക്കപ്പെട്ടവരുടെ സ്ഥലമാണ്. അവിടുന്ന് ഒരുവൻ ക്രൂശിലേക്ക് നടന്നു കയറുന്നു. ഹല്ലേലൂയ. ഗബദ മുതൽ തലയോട്ടി വരെയുള്ള ഹല്ലേലൂയ ഗോൽഗത്ത വരെ ഒരുവൻ ഹല്ലേലൂയ മെതിക്കപ്പെട്ട് ഹല്ലേലൂയ അവൻ ക്രൂശിതനാകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത അർത്ഥം ഇതാണ്: അപമാനിക്കപ്പെട്ടവർക്ക് വിടുതലുണ്ട് ക്രൂശിലൂടെ എന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 3, ക്രൂശ് ഹല്ലേലൂയ പുതിയ ബന്ധം നൽകുന്നതാണ്. യേശുവിൻ്റെ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ ശിഷ്യൻ്റെ കരങ്ങളിൽ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പുതിയ ബന്ധത്തിൻ്റെ തുടക്കമാണ് ക്രൂശിൻ്റെ ചുവട്. അപ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ക്രൂശിൻ്റെ ഈ മഹാത്മ്യം നമ്മൾ മറക്കരുത്. പുതിയ ബന്ധങ്ങളെ തുറന്നതാണ് ക്രൂശ്. ഹല്ലേലൂയ. അപമാനിക്കപ്പെട്ടവരുടെ വിടുതലിൻ്റെ ഹല്ലേലൂയ മുഖാന്തരമായതാണ് ക്രൂശ്. ശാപത്തിൻ്റെ അപമാനത്തിൻ്റെ അടയാളമായതാണ് ക്രൂശ്. അവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ക്രൂശിതനായി കിടക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവിടെയാണ്. എന്താണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു? ഒടുവിലത്തെ ആധാരമായി ഹല്ലേലൂയ മരത്തിൽ അവൻ തൂക്കപ്പെടുവാൻ കാരണമെന്താ? ഹല്ലേലൂയ. ആദിത്യ ആദാമായിരിക്കുന്ന ആദിത്യ ആദാം ഹല്ലേലൂയ, ഒന്നാമത്തെ ആദാം ഹല്ലേലൂയ എന്ത് ചെയ്യപ്പെട്ടു? പാപം ചെയ്യപ്പെട്ടു, ദൈവകൽപ്പന ലംഘിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ഹല്ലേലൂയ ദൈവം വെയിലാറിയപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ദൈവം മുമ്പാകെ നിൽക്കുവാൻ കഴിയാതെ അവൻ മരത്തിന് പുറകിൽ പോയി ഒളിച്ചു. ഹല്ലേലൂയ, സ്തോത്ര. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ, ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരുവാൻ കഴിയാതെ ഒളിച്ച് ആദിത്യ ആദാം അല്ലെങ്കിൽ മരത്തിൻ്റെ പുറകിൽ ഒളിച്ചുവെങ്കിൽ ഒടുക്കത്തെ ആദാം മരത്തിൻ്റെ ഹല്ലേലൂയ പുറകിൽ ഒളിക്കുകയല്ലായിരുന്നു. മരത്തെ മറച്ചുകൊണ്ട് അവൻ തൂക്കപ്പെടുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ കാരണം? ഹല്ലേലൂയ, ലോകം നിന്നെ ഒളിപ്പിച്ച അല്ലെങ്കിൽ പാപം നിന്നെ ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളഞ്ഞാൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഹല്ലേലൂയ ദൈവവുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതാണ്. അല്ലെങ്കിൽ ദൂരസ്ഥരായി പോയ നമ്മളെ സമീപസ്ഥനാക്കുന്നതാണ് ക്രൂശിതനായ ക്രിസ്തു. ഹല്ലേലൂയ. ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മുഖാന്തരം എൻ്റെ സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തെ എനിക്ക് പുനഃസ്ഥാപിച്ചു തന്നു. സ്തോത്ര എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൂശിൽ നമ്മൾ കണ്ട ഹല്ലേലൂയ 7 മൊഴികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനകളെക്കുറിച്ച് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഒന്നാമത് ക്രൂശിലെ 3 പ്രാർത്ഥനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഹല്ലേലൂയ, ഒരുത്തൻ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന്
അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഒന്നാമത് ക്രൂശിൽ കിടന്ന് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ക്രൂശിൽ കിടന്നപ്പോഴും യേശു പ്രാർത്ഥിച്ചത് ക്രൂശിലെ 7 മൊഴികളിൽ 3 പ്രാർത്ഥനയാണെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന ക്രൂശിലെ ആദ്യ മൊഴി പ്രാർത്ഥനയായിരുന്നു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയെ സംബന്ധിച്ച് പുതിയ നിയമത്തിലെ ആദ്യമായി കാണുന്ന കൽപ്പന ആയി നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൽ ഇങ്ങനെ വായിക്കുന്നു. 5-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. 5-ാം അധ്യായം 44-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശു തൻ കൽപ്പന പറയലായിരുന്നു. യേശു ഉപദേശം നൽകുക മാത്രമല്ലായിരുന്നു, ഉപദേശം അനുഷ്ഠിക്കുകയും കൂടി ചെയ്തു. ക്രൂശിതനായ ക്രിസ്തുവിൽ നമ്മൾ കണ്ടത്, താൻ പ്രസംഗിച്ചത് തന്നിൽ നിവർത്തീകരിക്കപ്പെടുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രി ഭൂരിപക്ഷം ഈ കാലഘട്ടത്തിലെ ഉപദേശകന്മാരെ നോക്കിയാൽ അവർ പ്രസംഗിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, ക്രൂശിതനായ ക്രിസ്തു, താൻ പ്രസംഗിച്ചതെന്തോ, താൻ ഉപദേശിച്ചതെന്തോ അത് തൻ്റെ ജീവിതത്തിൽ നഗ്നമായി, തെളിവായി, സാക്ഷ്യമായി ഹല്ലേലൂയ ജീവിതത്തിൽ വെളിപ്പെട്ടു നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം 2-ാം ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഹല്ലേലൂയ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. യേശു അത് ഇവിടെ മാതൃകയായി നമുക്ക് നൽകുകയാണ്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടം എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷീകരണത്തിന് വിരോധമായി സുവിശേഷ വിരോധികൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകർ കൂട്ടം കൂടി ജാഥകളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഒരുക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉപദേശം നൽകിയ, കൽപ്പന നൽകിയ ആ അരുമഗുരുവിൻ്റെ ആ ഹല്ലേലൂയ ശിഷ്യന്മാരായിരിക്കും നമ്മൾ ഹല്ലേലൂയ ജയ് വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രയെന്ന് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ആ മാതൃക, ആ ക്രൂശിലെ മാതൃക നമുക്ക് പിന്തുടരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആശിക്കുകയാണ്. അല്ലെങ്കിൽ അതിനായി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് ആ കാണുന്ന പ്രാർത്ഥന ഇതാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ക്രൂശ് മൊഴിയും ഒരു പ്രാർത്ഥനയുമാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം അങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ സബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മെ ദൈവ കുടുംബത്തിലേക്ക് ചേർക്കേണ്ടതിന് പിതാവ് അല്പസമയത്തേക്ക് പുത്രനെ കൈവിട്ടു. ഹല്ലേലൂയ. നിത്യത മുതൽ പിതാവും പുത്രനും തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മെ തൻ്റെ പുത്രന്മാരാക്കുവാൻ പിതാവ് യേശുവിനെ അല്പസമയത്തേക്ക് കൈവിട്ടേ മതിയാകൂ. ഹല്ലേലൂയ. ആ നട്ടുച്ച സമയത്ത് ആ ഇരുട്ടിൽ നടുവിൽ യേശു നാം ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ സ്വയം ഏറ്റെടുത്തു. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും നാം പ്രാർത്ഥിക്കണമെന്ന്, തീവ്രവേദന ആയപ്പോഴോ നടുവിലും നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോട് അർഹമായത് ചോദിക്കാമെന്ന് ഈ ഹല്ലേലൂയ പ്രാർത്ഥന നമുക്ക് ഹല്ലേലൂയ സ്തോത്രം തെളിവായി ദൈവം നൽകി തന്നുവാനിടയായി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വേദനയുടെ സമയങ്ങളിൽ നിങ്ങൾ പിറുപിറുക്കുകയാണോ? തീവ്രവേദനകളുടെ സമയങ്ങളിൽ നിങ്ങൾ ഹല്ലേലൂയ പിറുപിറുത്ത് ദൈവദൂഷ്യം പറയുവാൻ ഇടയാകുന്നുവോ? കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തോട് അർഹമായത് ചോദിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ഇന്ന് രാത്രി ക്രൂശിതനായ ക്രിസ്തുവിൽ നല്ലൊരു മാതൃകയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. പിതാവുമായുള്ള കൂട്ടായ്മയിൽ തൻ്റെ ബന്ധം അറ്റുപോയപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ നിത്യത മുതൽ ഹല്ലേലൂയ, ഹല്ലേലൂയ പുത്രനുമായുള്ള പിതാവിൻ്റെ ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഹല്ലേലൂയ അവൻ ക്രൂശിൽ ഏറ്റെടുത്തപ്പോൾ, തന്നിൽ ചുമത്തപ്പെട്ടപ്പോൾ ഹല്ലേലൂയ പിതാവ് സമയത്തേക്ക് അവന് നേരെ മുഖം തിരിച്ചപ്പോൾ അവൻ അതിവതയാൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ച് അർഹമായത്
ദൈവത്തോട് ചോദിക്കുവാൻ ഹല്ലേലൂയ പ്രാർത്ഥന നിമജ്ജനായി ആ കാൽവറി ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ നാളുകളിൽ ഹല്ലേലൂയ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, ഹല്ലേലൂയ കഷ്ടതകൾ ഏറി വരുമ്പോൾ, ഹല്ലേലൂയ വേദനകൾ ജീവിതത്തിൽ ഏറി വരുമ്പോൾ, തീവ്ര വേദനകളുടെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തോട് അർഹമായത് ചോദിക്കുവാൻ, ദൈവത്തോട് ശ്രേഷ്ഠ ഹല്ലേലൂയ യോഗ്യമായത് ചോദിക്കുവാൻ, ഹല്ലേലൂയ പ്രാർത്ഥന നിരതരാകുവാൻ ഹല്ലേലൂയ ക്രൂശിതനായ ക്രിസ്തു നമുക്ക് മാതൃകയായി നിൽക്കുകയാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അടുത്തത് ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമത് ഹല്ലേലൂയ സ്തോത്രം, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. തിരുവെഴുത്ത് ആവർത്തന പുസ്തകം 29-ാം അധ്യായം, ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 29-ന്റെ 28-ാമത്തെ വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ള അത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകുന്നു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഉള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകുന്നു. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചിട്ടും വന്ന ചില കഷ്ടനഷ്ടങ്ങളും ഉറ്റവരുടെ വേർപാടുമുണ്ട്. വേദനയുടെ നടുവിൽ ദൈവത്തെ ത്യജിച്ചു പറയുവാൻ പറഞ്ഞ ഇയ്യോബിന്റെ ഭാര്യയെ പോലെ ആകാതിരിക്കുക. തൻ്റെ മകന്റെ വേർപാട് നിമിത്തം തീവ്ര വേദനയുടെ നടുവിൽ ദൈവം എവിടെയായിരുന്നു എന്ന് ചോദിച്ച് ഒരാളോട് ഒരു ഭക്തൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. എവിടെയോ വായിച്ചത് ഇങ്ങനെയാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ ക്രൂശിൽ കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നുവോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നുവെന്ന് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ക്രൂശിതനായ ക്രിസ്തു ഹല്ലേലൂയ പിതാവിനാൽ കൈവിടപ്പെട്ടപ്പോൾ അവൻ ഹല്ലേലൂയ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മളെ അവൻ്റെ പുത്രന്മാരാക്കുവാൻ, ഹല്ലേലൂയ നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കുവാൻ, നമുക്ക് തേജസ്സിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സമീപസ്ഥനാക്കി ദൈവത്തിൻ്റെ ആ പുത്രത്വത്തിൻ്റെ അവകാശം നമ്മളിലേക്ക് വെളിപ്പെടേണ്ടതിന് അല്പസമയത്തേക്ക് ഹല്ലേലൂയ പിതാവ് പുത്രന് നേരെ മുഖം തിരിച്ചു. ക്രൂശിൽ കണ്ട ക്രൂശിതനായ ക്രിസ്തു ഹല്ലേലൂയ അവൻ സഹിച്ച ഏറ്റവും വലിയ ഹല്ലേലൂയ സ്തോത്രം വേദനയതായിരുന്നു. ഹല്ലേലൂയ തൻ്റെ ശരീരത്തിലേറ്റ വേദനകളേക്കാൾ ഹല്ലേലൂയ പിതാവുമായുള്ള ബന്ധം അല്പസമയത്തേക്ക് നീക്കപ്പെടുക. ഇന്ന് രാത്രി ഹല്ലേലൂയ മെസ്സേജ് കേൾക്കുന്ന ചിലരോടെങ്കിലും പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മറുപടി അല്പസമയം വൈകിയെന്ന് വരാം. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുന്നില്ല. ക്രൂശിതനായ ക്രിസ്തു ഹല്ലേലൂയ നമ്മളവിടെ കാണുന്നത് ഹല്ലേലൂയ പിതാവ് അല്പസമയത്തേക്ക് മുഖം തിരിച്ചതെങ്കിലും പിന്നത്തതിൽ ഹല്ലേലൂയ 3-ാം നാളിൽ തേജസ്സിൽ തൻ്റെ പുത്രനെ ഉയർപ്പിച്ച പിതാവിൻ്റെ ഹല്ലേലൂയ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ നമുക്കവിടെ കാണുവാൻ, ദൈവശക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അല്പസമയത്തേക്ക് വേദനകളിലും കഷ്ടതകളിലും ഹല്ലേലൂയ നിന്നെ ദൈവം കൈവിട്ടുന്നു നിനക്ക് തോന്നിയാൽ ഹല്ലേലൂയ നിനക്ക് അർഹമായത് ദൈവത്തോട് ചോദിക്കുവാൻ നിനക്ക് അവസരമുണ്ട്. നീ ദൈവത്തോട് ചോദിച്ചാൽ നിശ്ചയമായി ഹല്ലേലൂയ ദൈവശക്തി നിന്നെ ഉദ്ധരിക്കും. ദൈവശക്തി നിന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് ഹല്ലേലൂയ വിടുവിക്കുവാൻ, ഹല്ലേലൂയ ഉദ്ധാരണം നൽകുവാൻ അത് മതിയായതാണ്. ഈ ദിവസങ്ങളിൽ ദൈവശക്തിയാൽ മറയപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേദനയുടെ നടുവിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ വേദനയുടെ നടുവിൽ നമുക്കത് സംഭവിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും: പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഇത് 3-ാമത്തെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ക്രൂശിലെ 7 മൊഴികളിൽ 3-ാമത്തെ പ്രാർത്ഥനയാണിത്. ഹല്ലേലൂയ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇതാ ആയിരുന്നു ക്രൂശിലെ അവസാനത്തെ മൊഴിയെന്ന് രേഖപ്പെടുത്തുക. ഇതൊരു പ്രാർത്ഥനയായി പരിഗണിക്കുക. ഏതു കാര്യവും ഏൽപ്പിക്കുവാൻ അനുയോജ്യമായ വ്യക്തി ആണ് അല്ലെങ്കിൽ നമ്മുടെ ദൈവമെന്ന് അല്ലെങ്കിൽ ക്രിസ്തു വെളിപ്പെടുത്തുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ എന്ന് അവിടെ ഉറപ്പ് നൽകുകയാണ്. വീഴാതെ വണ്ണം നമ്മെ കാക്കുന്ന ദൈവം മാത്രമേ എന്ന് അവിടെ നമുക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. ഹല്ലേലൂയ, നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുവാൻ, ഹല്ലേലൂയ, നമ്മെ സൂക്ഷിക്കുവാൻ, ഹല്ലേലൂയ, വീഴാതെ വണ്ണം നമ്മെ കാക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങളെ നമ്മെ ദൈവത്തിന് ഏൽപ്പിക്കുക എന്നുള്ള നല്ല മാതൃക, നല്ല പ്രാർത്ഥനാ മാതൃക ആ ക്രൂശിതനായ ക്രിസ്തുവിനോട് നമുക്ക് വെളിപ്പെടുകയാണ് ചെയ്തത്. സ്തോത്ര. ഇന്ന് രാത്രി അത് കാണുമ്പോൾ ഹല്ലേലൂയ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ വിഷയങ്ങളെ മറ്റുള്ളവരോട് പറയാതെ, മറ്റുള്ളവരോട് നീ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാതെ, ഇന്ന് രാത്രി ക്രൂശിതനായ ക്രിസ്തുവിനെ ഹല്ലേലൂയ ആയ ക്രിസ്തുവിന്റെ മാതൃക ആത്മീയ ജീവിതത്തിൽ പിന്തുടരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, തൻ്റെ പ്രാണനെ മറ്റാരുടെയും കരങ്ങളിൽ ഏൽപ്പിച്ചില്ല, പിതാവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ആത്മാവിനെ സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ, തൻ്റെ പ്രാണനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിലാണ് അവൻ ഏൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങളെ ആരുടെ കരങ്ങളിലാണ് ഏൽപ്പിക്കുന്നത്? ഹല്ലേലൂയ, ക്രൂശിതനായ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ഹല്ലേലൂയ, അവൻ നമ്മളെ ഹല്ലേലൂയ വീഴാതെ വണ്ണം കാക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ പൂർണ്ണമായി സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, അവൻ മുഖാന്തരം പിതാവിനോട് അടക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ക്രൂശിലെ 3 പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, യേശു ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ 3 പ്രാർത്ഥനകൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, യേശുവിൻ്റെ ക്രൂശീകരണ മുഖാന്തരം സംഭവിച്ച 7 കൂട്ടം കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ 3 പ്രാർത്ഥനകൾ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രാക്ടീസ് ലൈഫായി മാറണം. ഒന്നാമത്തതോ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. 2, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിവേദനയിലും അതികഷ്ടതയിലും അർഹമായത് ദൈവത്തോട് ചോദിക്കുവാനുള്ള മനോഭാവം, അത് പ്രാർത്ഥനാ രൂപത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ നിലവിളി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. 3, നമ്മുടെ കാര്യങ്ങളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന അനുഭവം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകത്തില്ല. ക്രൂശിതനായ ക്രിസ്തുവിൽ കൂടെ നമ്മൾക്ക് ലഭിക്കുന്ന 3 ഹല്ലേലൂയ അനുഭവ പാഠങ്ങൾ അതാണ്. ക്രൂശിതനായ ക്രിസ്തുവിലൂടെ നമ്മൾ മാതൃകയാക്കേണ്ട 3 പാഠങ്ങൾ അതാണ്. സ്തോത്ര. അടുത്തത് നമ്മുടെ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ ഏറ്റവും ഉദാത്തമായി കാണുന്നത് ഹല്ലേലൂയ 23-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ അതിൻ്റെ 12-ാമത്തെ വാക്യം: അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതരായി തീർന്നു, മുമ്പ് അവർ തമ്മിൽ വ്യക്തവൈരികളായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിതനായ ക്രിസ്തുവിലൂടെ അവിടെ ഹല്ലേലൂയ 2 വ്യക്തവൈരികളായിരുന്ന ഹല്ലേലൂയ, സ്തോത്ര, ഹെരോദാവും ഹല്ലേലൂയ പീലാത്തോസും ഹല്ലേലൂയ തമ്മിൽ സ്നേഹിതരായി തീരുവാനിടയായി. ക്രൂശ് ഹല്ലേലൂയ 2 ബന്ധങ്ങളെ തമ്മിൽ, 2 വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുന്നതാണ്. പിതാവും ഹല്ലേലൂയ മനുഷ്യവർഗത്തെയും തമ്മിൽ അടുപ്പിച്ചതാണ് ക്രൂശിതനായ ക്രിസ്തു. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ മാനവരാശിയെ മുഴുവനും പിതാവിലേക്ക് അടുപ്പിച്ചതിന് ഹല്ലേലൂയ സാക്ഷ്യമാണ് ക്രൂശിതനായ ക്രിസ്തുവെങ്കിൽ ഇവിടെ 2 അധികാരികൾ, ആ കാലഘട്ടത്തിലെ 2 പ്രവസ്യകളിൽ ഭരണം നടത്തിയിരുന്ന 2 പേർ തമ്മിലുള്ള വ്യക്തവൈര്യത്തെ ഹല്ലേലൂയ ക്രൂശിതനായ ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ അത് നിഷ്ഫലമായി പോവുകയാണ്. അതിൽ സ്നേഹം ഹല്ലേലൂയ അതിന് പൊങ്ങുകയാണ്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ 2 പേർ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ
ബദ്ധവൈരികൾ തന്റെ സ്നേഹിതരായി മാറുവാനിടയായി. രണ്ടാമത് ക്രൂശിലെ ഇതുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ബറബാസിനെ വിട്ടുതരിക എന്നവർ പറയുവാനിടയായി. ഹല്ലേലൂയ ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്കുന്നത് പതിവായിരുന്നു ആ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ അവനോ നഗരത്തിൽ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായിരുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ മരണശിക്ഷയ്ക്ക് യോഗ്യനായ വ്യക്തിയായിരുന്നു ഹല്ലേലൂയ ബറബാസ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കലഹവും കൊലയ്ക്കും ഹേതുവായ തടവിലായവൻ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കാണുന്ന കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ ഹല്ലേലൂയ വിട്ടുകൊടുക്കുകയും യേശു അവർക്ക് ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ക്രൂശിതനായ ക്രിസ്തു, ക്രൂശിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തു മുഖാന്തരം ഒരു തടവിലായ ഹല്ലേലൂയ മരണശിക്ഷ കാത്തു കിടന്നവൻ വിടുവിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ ക്രൂശിതനായ ക്രിസ്തുവിലൂടെ ആ പാപത്തിന്റെ ശമ്പളമായ മരണശിക്ഷ കാത്തുകിടന്ന ഹല്ലേലൂയ മാനവവർഗത്തിന് മുഴുവനും രക്ഷയും ഉദ്ധാരണവും ഉണ്ടായത് ക്രൂശിതനായ ക്രിസ്തുവിലൂടെയാണെന്ന് ഇതിനാൽ നമുക്ക് ഹല്ലേലൂയ ഉദാത്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ സഹോദര, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, യേശു ക്രിസ്തു ക്രൂശിൽ നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് വഹിച്ചത്. നിന്റെ ഹല്ലേലൂയ ആ പാപത്തിന്റെ ശമ്പളമാണ് ആ ക്രൂശിൽ വഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ബറബാസ് ഹല്ലേലൂയ കൊലയും കലഹവും നിമിത്തം ഹല്ലേലൂയ മരണശിക്ഷയ്ക്ക് യോഗ്യമാണ്. കൊലപാതകൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ ആ ശിക്ഷ നിലനിൽക്കെ ആ ശിക്ഷയിൽ നിന്ന് ക്രൂശിതനായ ക്രിസ്തുവിലൂടെ അവന് വിമോചനമുണ്ടായി. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ക്രൂശീകരണം, ഹല്ലേലൂയ യേശുവിന്റെ ക്രൂശീകരണം ഹല്ലേലൂയ ബറബാസിന്റെ വിടുതലിന് കാരണമായി തീരുകയായിരുന്നു. മൂന്നാമത് ഹല്ലേലൂയ സ്തോത്രം, പീലാത്തോസിന്റെ ഭരണം ഉറപ്പിക്കപ്പെടുന്നത് നമുക്ക് യഹൂദന്മാരുടെ പ്രീതി നിമിത്തം. ഹല്ലേലൂയ ബറബാസ്, ഹല്ലേലൂയ സ്തോത്രം, പീലാത്തോസിന്റെ ഭരണം ഉറപ്പിക്കപ്പെടുന്നത് കാണുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ യഥാർത്ഥമായി വിധിക്കാതെ ഹല്ലേലൂയ യഹൂദന്മാരുടെ പ്രീതി, ഹല്ലേലൂയ സ്തോത്രം, ആ യഹൂദന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വിധിച്ചതുകൊണ്ട് തന്റെ ഹല്ലേലൂയ തന്റെ സിംഹാസനം, തന്റെ ഭരണ കേന്ദ്രം ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ചിലരെ ഉറപ്പിക്കുന്നതാണ് ക്രൂശീകരണം. ഹല്ലേലൂയ. ചിലരെ യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് ക്രൂശീകരണം. അങ്ങനെയെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിലൂടെ പീലാത്തോസിന്റെ ഹല്ലേലൂയ സ്തോത്രം സിംഹാസനം ഉറപ്പിച്ചു കിട്ടിയെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ക്രൂശിതനായ രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് യേശു ക്രിസ്തു ക്രൂശിതനായത്. ഹല്ലേലൂയ. ഒരുവൻ ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ, ആത്മരക്ഷ പ്രാപിക്കുവാൻ ക്രൂശിലെ ക്രിസ്തുവിലൂടെ കഴിയുവാനിടയായി. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുത്ത് കിടന്ന കള്ളൻ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് ആത്മരക്ഷ പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയുവാൻ. ഹല്ലേലൂയ. ദൈവത്തെ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ രാജാതിരാജാവാണെന്നും ആത്മരക്ഷകനാണെന്നും ബോധ്യമാകുന്ന ഹല്ലേലൂയ വെളിപ്പാട് പ്രാപിക്കാൻ ക്രൂശിൽ കിടന്ന കള്ളന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ അന്ധതകളെ മാറ്റുന്നതാണ് ക്രൂശിതനായ ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ അജ്ഞതകളെ മാറ്റുന്നതാണ് ക്രൂശിതനായ ക്രിസ്തു. ഹല്ലേലൂയ സ്തോത്ര. നിന്റെ ഹല്ലേലൂയ അജ്ഞതകളെ മാറ്റി ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് നൽകുവാൻ ക്രൂശിതനായ ക്രിസ്തുവിന് കഴിയുമെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിതനായ ക്രിസ്തുവിനെ കാണുവാൻ യേശു ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ അനേകരുടെ അജ്ഞതകൾ മാറുവാൻ ഇടയാകും. സ്തോത്ര. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ ചിലരുടെ അജ്ഞതകൾ മാറട്ടെ, ചിലരുടെ അജ്ഞതകൾ മാറട്ടെ, അറിവില്ലായ്മകൾ മാറട്ടെ. ചിലർ ഹല്ലേലൂയ വെളിപ്പാടിന്റെ തലങ്ങളിലേക്ക് വരട്ടെ. ഹല്ലേലൂയ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ ചിലർ ഹല്ലേലൂയ ചിലർ
ചിലരുടെ ബുദ്ധി പ്രകാശിക്കപ്പെടട്ടെ. അലലു ക്രൂശിൽ കിടന്ന കള്ളൻ അലലുയ ആത്മരക്ഷ പ്രാപിച്ചതുപോലെ ചിലർ ഹല്ലേലൂയ തടവിലാക്കപ്പെട്ട അജ്ഞത നിമിത്തം തടവിലാക്കപ്പെട്ട ചിലരുണ്ട്. അവരുടെ വിടുതലിന് കാരണമാണ് ക്രൂശിതനായ ക്രിസ്തുവെങ്കിൽ ഇന്ന് രാത്രി ചിലരുടെ അജ്ഞത നിമിത്തം ചില തടവുകളിലായി പോയ ചില കുരുക്കുകളിലായി പോയവരുടെ വിടുതലിന് ക്രൂശിതനായ ക്രിസ്തു കാരണമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, ക്രൂശിതനായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ അത് ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. ഇന്ന് രാത്രി ആ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഹല്ലേലൂയ ചിലരിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ജ്ഞാനം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ കള്ളനെ പർദീശയിലേക്ക് നടത്തിയത്, അവന്റെ അജ്ഞതയെ മാറ്റി ആത്മരക്ഷയിലേക്ക് അവനെ നടത്തിയത് ക്രൂശിതനായ ക്രിസ്തുവാണ്. ക്രൂശാണ് പാപത്തിന് മാനവരാശിയെ ദൈവത്തോട് അടുപ്പിച്ചത് ക്രൂശിതനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്തുകളെ കേൾക്കുമ്പോൾ പ്രിയ സ്നേഹിത സഹോദര, നിന്റെ ആത്മീയ അജ്ഞതയെ മാറ്റുവാൻ ഉലകത്തിലെ ഒരു പാരമ്പര്യവാദത്തിനും കിളവി കഥകൾക്കും കെട്ടുകഥകൾക്കും കഴിയത്തില്ല. കഴിയുന്ന ഒറ്റയൊരു മാർഗമുള്ളൂ, ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തുക എന്നുള്ളതാണ്. അവിടെയാണ് ഒരു കള്ളൻ ഹല്ലേലൂയ ദൈവത്തെ അറിയുന്നു. അവിടെ ഇങ്ങനെ പറയുന്നത് ഹല്ലേലൂയ 39 വാക്യം മുഴുവൻ 23 ലൂക്കോസിന്റെ 23:39 അതിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടിയത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് കണ്ടോ? ഹല്ലേലൂയ. സമശിക്ഷാവിധിയിൽ കിടക്കുന്ന ഒരുവൻ അപഹസിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഒരുവന് അവൻ്റെ അജ്ഞത മാറി അവൻ പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരും. ഹല്ലേലൂയ. നീ രാജ്യത്വം പ്രാപിക്കും, അപ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. യേശു അതിന് മറുപടി എങ്ങനെയാണ്? യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പർദീശയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, ക്രൂശിതനായ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, അവനോട് കൂടെ ഇരിക്കുവാൻ, അവനോട് കൂടെ വാഴുവാൻ ഹല്ലേലൂയ ഒരു സൗഭാഗ്യതയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഈ ദൈവവചനം കേട്ടിട്ട് ആരെങ്കിലും ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് ഹൃദയത്തെ സമർപ്പിച്ചാൽ ഒരു കാര്യമുണ്ട്, ആ യേശു നിന്നോട് കൂടെ വാഴും. നീ ആയിരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഒന്ന് തുറന്നിട്ട് പറ, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തെ തുറന്നു തരുന്നു. ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നീ ഏറ്റെടുത്തുവെന്നും എന്നെ സ്വതന്ത്രനാക്കിയെന്നും പിതാവിന് കൂടെ എന്നെ നിരപ്പിച്ചത് അവിടുത്തെ പരമയാഗമാണെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ആരെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവോ അവർക്ക് ദൈവത്തോടുള്ള ഹല്ലേലൂയ സഹിത്വവും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കും അവർക്ക് ഹല്ലേലൂയ നല്ല മനസ്സാക്ഷിയോടെ കടന്നു വരുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ എന്നെ ശ്രമിച്ചിട്ട് ഹല്ലേലൂയ അതിവ്യതകളാലോ അതിഭാരങ്ങളാലോ അജ്ഞതകളെ കൊണ്ട് ഹല്ലേലൂയ വേദനകളും ശിക്ഷകളും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. ഹല്ലേലൂയ. അവിടെയാണ് നിങ്ങൾക്ക് ജയമുണ്ടാകുന്നത്, അവിടെയാണ് ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്, അവിടെയാണ് കർത്താവിൻ്റെ മഹിമ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഇത് നോക്കിക്കേ, ഹല്ലേലൂയ. 2 കള്ളന്മാരുടെ നടുവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അപമാനത്തെ, നമ്മുടെ ശാപത്തെ അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പകരമായി ചുമന്നു. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം
53 അധ്യായത്തിൽ ഇങ്ങനെയാ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർവ് മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവൻ രൂപഗുണവും ഇല്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നുവെന്ന് വിചാരിച്ച്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശു ക്രൂശിതനായ ക്രിസ്തുവിലൂടെ നമുക്ക് സമാധാനം ലഭിച്ചു. ക്രൂശിതനായ ക്രിസ്തുവിലൂടെ നമുക്കൊരു സ്വസ്ഥത ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധി സ്വസ്ഥമായിരിക്കുവാൻ, നിന്റെ ഹൃദയം സമാധാനത്തിലായിരിക്കുവാൻ, ആത്മവ്യതകളില്ലാതിരിക്കുവാൻ നിന്നെ പ്രേരിതമാക്കിയത് ക്രൂശിതനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന സമാധാനം, ഹല്ലേലൂയ, നിന്റെ പ്രവൃത്തിയോ നിന്റെ കർമ്മവുമല്ല, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിച്ച ദാനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ക്രൂശിതനായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രാജാവായി, ഹല്ലേലൂയ, കർത്താവായി ഏറ്റെടുക്കുവാൻ നീ വിശ്വാസത്താൽ വാഴിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, താൻ വാഴുകയാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നമ്മളും ഹല്ലേലൂയ വാഴുന്നവരായി തീരും. സ്തോത്രം. താൻ വാഴുകയാൽ യാകുലമില്ല. ഹല്ലേലൂയ പാട്ടുകാരൻ പാടി, താൻ വാഴുകയാൽ യാകുലങ്ങളില്ല, ഭീതിയില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ഭയം വേണ്ട. കാരണം ക്രൂശിൽ കർത്താവ് മരിച്ചതുകൊണ്ട്, അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തതുകൊണ്ട് അവൻ്റെ സമാധാനം നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. അത് ലോകം നൽകുന്ന സമാധാനം പോലെയല്ല. ഹല്ലേലൂയ. അതാരും നിന്ന് കവർന്നു കളയുവാൻ കഴിയത്തില്ല. ദൈവസമാധാനം ആർക്കും നിന്ന് കവർന്നു കളയുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. താങ്കളുടെ വഴിക്ക് തിരിഞ്ഞ് ദൈവകൽപ്പന വിട്ട് തന്നിഷ്ടത്തിൽ ജീവിച്ചവർക്ക് വേണ്ടി ദൈവം നമ്മുടെ കുറ്റം അവൻ്റെ മേലേൽപ്പിച്ച് നമ്മുടെ ശിക്ഷ അവനിൽ നൽകി നമ്മളെ സ്വതന്ത്രരാക്കിയ ദൈവത്തിൻ്റെ നിർമ്മല സ്നേഹം. അതുകൊണ്ട് ഹല്ലേലൂയ പ്രതിഫലിച്ചു കൂടാതെ എല്ലാവരും യേശുവിനെ ഉയർത്തുന്നത് ക്രൂശിതനായ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ജയം നൽകപ്പെട്ടത്. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ ഉയർത്തുവാൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവത്തെ ഹല്ലേലൂയ സേവിക്കുവാൻ ഉലകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത എത്ര വലുതാണ്. ഹല്ലേലൂയ. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്ന്, എൻ്റെ ജനത്തിൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചുവെന്ന് പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരും വിചാരിച്ചില്ല. ഇതെന്തുകൊണ്ടാണ് യേശുവിനത് വന്നത്? പക്ഷേ ഈ തലമുറയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾക്ക് വെളിപ്പെടുത്തുകയാണ്. കുഞ്ഞെ, എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ, ഹല്ലേലൂയ, എൻ്റെയും അതിക്രമത്തിൻ്റെയും ഹല്ലേലൂയ അകൃത്യത്തിൻ്റെയും ശിക്ഷ യേശു ഏറ്റെടുത്തത് കൊണ്ട് ദൈവസമാധാനം നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. എൻ്റെ മനസ്സാക്ഷി സമാധാനത്തിൽ കാക്കപ്പെടുന്നത് ക്രിസ്തു ക്രൂശിതനായതുകൊണ്ടാണ്. ക്രൂശിതനായ ക്രിസ്തുവിലൂടെ ഞാൻ ദിവ്യ സമാധാനത്തിൽ കാക്കപ്പെടുവാൻ, എൻ്റെ ആത്മാവിനെ ദിവ്യ സമാധാനത്തിൽ കാക്കപ്പെടുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും
ക്രിസ്തുവിനെ ഉയർത്തുവാൻ മറക്കരുത്. മനുഷ്യവർഗത്തെ ദൈവത്തോട് ബന്ധിപ്പിച്ച ഏക മധ്യസ്ഥൻ കാൽവരി ക്രൂശിലാണ് വെളിപ്പെട്ടത്. ക്രൂശിതനായ ക്രിസ്തുവിലൂടെയാണ് മനുഷ്യവർഗം മുഴുവനും പിതാവായ ദൈവത്തോട് ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ടത്. ഹല്ലേലൂയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത്. ദൂരസ്ഥരായിരുന്നു നമ്മളെ സമീപസ്ഥരാക്കിയ ഹല്ലേലൂയ നടുച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് നമ്മളെ സമീപസ്ഥരാക്കിയ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ ആദ്യത്തെ ആദാം ഒന്നാമൻ ഹല്ലേലൂയ പാപത്താൽ ഒളിയപ്പെട്ടെടുത്ത്, മരത്തിന് പുറകിൽ ഒളിക്കപ്പെട്ടെടുത്ത്, ഇതാ ഒടുക്കത്തെ ആദാം മരത്തെ മറച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം മുമ്പാകെ നിൽക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയാതെ മരത്തിന് പുറകിൽ ഒളിച്ചവന് പകരമായി ഒടുക്കത്തെ ആദാം മരത്തെ മറച്ചുകൊണ്ട് ദൈവം മുമ്പാകെ നിൽക്കുന്നു. താൻ നമ്മുടെ അകൃത്യത്തിൻ്റെ ശിക്ഷയേറ്റുകൊണ്ട്, താൻ ഹല്ലേലൂയ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റുകൊണ്ട്, നാം ഹല്ലേലൂയ കണ്ടാൽ ആളല്ലാത്തവൻ രൂപത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ക്രൂശിതനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി നിനക്ക് പകരം